രണ്ടാമത് ഈ ആയത്തിൽ നിന്ന് ഇബ്നു അബ്ബാസിന്റെ പേരിലും ഖുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ച സമ്പാദത്തിനും അതിന് മുമ്പും ശേഷവും ഒക്കെ ഞങ്ങളെന്ന് പറഞ്ഞെന്താണ് ഈ ആയത്തിൽ പറഞ്ഞ പ്രയോഗം ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ നിങ്ങൾ നരകത്തിലാണ്, ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷമല്ല പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ്, അല്ല ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം? അല്ല ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു. ഒന്ന്, പണ്ഡിതന്മാര് പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ. അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തെ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു അല്ല, ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ഇല്ലാ മൻ ഷാ അല്ലാഹ്. അതാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം. ഇബ്നു അബ്ബാസ് പറഞ്ഞുവെന്ന് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നെന്താ? ഇബ്നു അബ്ബാസ് പറഞ്ഞെന്താ? ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പോൾ ഇസ്തിംദാദ് നടത്തി പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ്, നിങ്ങൾ ശാശ്വതരാണ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ എല്ലാം ശിർക്കാണെങ്കിൽ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന് വിചാരണയ്ക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ? ശിർക്ക് ചെയ്ത നരകത്തിൽ തന്നെയല്ലേ, ഒരു ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ ഇല്ല, ഇദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, പറഞ്ഞത് തിരിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമായി തെളിയിക്കുന്ന വാചക പറഞ്ഞത്. അത് അണ്ടർലൈൻ ചെയ്യണം, ഒരല്പം കൂടി മുന്നോട്ടിട്ട് ഒന്നുകൂടി കേൾപ്പിക്കണം. എന്താന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് നാളെ ആഖിറത്തിൽ ചെല്ലുകയാണ്, നാളെ പരലോകത്ത് ചെല്ലുകയാണ് എല്ലാവരും. അപ്പൊ അള്ളാഹു എല്ലാരും പിടിച്ചിരുത്തുകയാണ്. ഇവരാരാ? ഈ പിടിച്ചിരുത്തിയ ആൾക്കാരൊക്കെ പിശാചുക്കളോട്, ശൈത്വാന്മാരോട് സഹായം തേടിയ ആൾക്കാരെ, ശൈത്വാന്മാരോട് സഹായം തേടിയ ആൾക്കാർ. എന്നിട്ട് അള്ളാഹ് ഇങ്ങനെ നോക്കുകയാണ്, ഇതാ ഇങ്ങോട്ട് മാറും, കാലാകാലം നരകത്തിലേക്ക്. ഈമാനുള്ള ആൾക്കാര് അല്ലെ, തൗഹീദുള്ള ആള് ശൈത്താനോട് സഹായം തേടുമായിരുന്നു. അതാണ് പ്രശ്നം. ആര്? ഈ തൗഹീദുള്ള ആള് ശൈത്താനോട് സഹായം തേടുമായിരുന്നു. അപ്പൊ ഈ ശൈത്താനോട് സഹായം തേടിയ മുഅ്മിനെ നിങ്ങോട്ട് പറയ്ക്ക്. എന്നിട്ട് മറ്റാളോട് പറയാ, ശൈത്താനോട് സഹായം തേടിയ കാഫിറെ നീ കാലാകാലം നരകത്തില്. ശൈത്താനോട് സഹായം തേടിയ മുഅ്മിനെ, അഹ്ലു തൗഹീദേ, നിനക്ക് കുറച്ചു കാലം നരകത്തില്, പിന്നെ സ്വർഗത്തിലേക്ക് വിട്ടേക്കാം. ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? ഇദ്ദേഹം, ഞാൻ പറഞ്ഞു, പലതവണ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇത് വായിച്ചിട്ട് തിരിഞ്ഞിട്ടില്ല. ഒരാൾക്ക് വിവരം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് വായിച്ചാൽ ചിലപ്പോൾ തിരികാഴിയുണ്ടാകാം, മനുഷ്യനാണ്. പക്ഷെ അത് കേൾക്കുന്നവൻ തിരുത്തി കൊടുക്കണ്ടേ? ഖുർആന് പരിഭാഷ എഴുതി എന്ന് പറയുന്ന ഒരാളെ കൂട്ടത്തിലുണ്ടല്ലോ, അദ്ദേഹം അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഫൈസൽ, അങ്ങനല്ലത്. ഷാർജയിൽ നിന്ന് ഇടക്കിടക്ക് പ്രസംഗിക്കാൻ വരുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം ഈ തഫ്സീർ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കട്ടെ? ഫൈസലെ, അങ്ങനല്ലത്. പറഞ്ഞു കൊടുക്കണ്ടേ? എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? അത് തിരിഞ്ഞിട്ടില്ല, കൂട്ടത്തിന് തിരിഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം, ഈ വാദം അഥവാ നാളെ പാരത്രിക ലോകത്ത് ആളുകളെ വിചാരണ ചെയ്യുമ്പോ ഇതാ കുറെ ആളുകളെ ശാശ്വതമായ നരകത്തിലേക്ക്, വേറെ കുറെ ആളുകൾ ശൈത്താന്മാരോട് സഹായം തേടി വന്ന പിശാചുക്കൾ, എന്ന് വെച്ചാൽ മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാചുക്കളായ ജിന്നുകൾ, ആ ജിന്നുകളോട് സഹായം തേടി വന്ന അഹ്ലു തൗഹീദ് എന്ന് പറയുന്ന ആളുകൾ മറുഭാഗത്ത്. അപ്പൊ അല്ലാഹ് അഹ്ലു തൗഹീദേ, പിശാചിനോട് സഹായം തേടിയാലേ തൗഹീദ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിശാചിനോട് സഹായം തേടിയാലും കുറച്ചു കാലം നരകത്തിൽ കിടന്നിട്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമോ? നിങ്ങൾ പറയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനാണ്. ഈ ഇരിക്കുന്ന വിസ്റ്റം പ്രവർത്തകർ പറയോ അങ്ങനൊരു വാദം? അത്ര പോലും വിവരമില്ലാത്ത, അത്ര പോലും ബോധമില്ലാത്ത, അത്ര പോലും അള്ളാഹിന്റെ ദീൻ അറിയാത്തതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ആരുടെ പേരാണ് ഈ വ്യാജം നിങ്ങൾ കെട്ടിവെക്കുന്നത്? നിങ്ങൾക്ക് സംഘടന ഉണ്ടെങ്കിൽ സംഘടന ഉണ്ടാക്കാം. ഇവിടെ എത്രയോ സംഘടനയുണ്ട്, CITU. അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പിളർന്നിട്ട് എത്രയോ സംഘടനകൾ ഉണ്ടാക്കും. നിങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കാം. കുവൈറ്റിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലോ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, ഉപയോഗിക്കാം നിങ്ങൾക്ക്. പക്ഷെ ഖുർആൻ കൊണ്ട് കളിച്ചാൽ, സ്വഹാബത്തിനെ കൊണ്ട് കളിച്ചാൽ പാഠം മുജാഹിദുകൾ പഠിപ്പിച്ചിരിക്കും. അത് ഭീഷണിയല്ല, തെളിവുകൾ കൊണ്ട്
കിതാബുകൾ കൊണ്ട് ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും. നാളെ ആഖിറത്തിൽ അള്ളാഹുവിനോട് ഒഴിവ് കഴിവ് പറയാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കണം നിങ്ങൾ. അതിന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വലിയ വാളൊക്കെ പുറകിൽ വെച്ച് LED വാളൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ പ്രസംഗം നടത്തണ്ട. ഇതൊക്കെ വളരെ 2 മിനിറ്റ് കൊണ്ട് തീരുന്ന വിഷയമാണ്. 2 മിനിറ്റ് നിങ്ങൾ വരൂ, അല്ലെങ്കിൽ 2 മണിക്കൂർ ഒന്ന് ഇരിക്കൂ, തീരുന്ന വിഷയമാണ്. അപ്പോ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, അതിന്റെ ആധികാരികത ഉറപ്പാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന വർക്കൊക്കെ നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ സാധുക്കള്. എന്തിനാ ഇതെന്നറിയോ? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പണിയെടുത്തിട്ട് നരകത്തിൽ പോണ മനുഷ്യന്മാര്. എത്ര പണിയെടുത്തതിന്റെ പുറകില്? അത് പറയാൻ വേണ്ടിയിട്ട് എത്ര ഇരുന്നത് നിങ്ങൾ? അത് കാണിക്കാൻ വേണ്ടി എത്ര പണമാണ് നിങ്ങൾ മുടക്കിയത്? സ്ക്രീനിലടക്കം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ അതെന്താണ് സംഭവം എന്ന് വിശദീകരിക്കാം. ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന് വിചാരണയ്ക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ? ശിർക്ക് ചെയ്തോ നരകത്തിൽ തന്നെയല്ലേ? ഒരു ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ ഇല്ലാ മാഷാ അല്ലാ ഇല്ലാ മൻഷാ അല്ലാ, ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത്? അത് തഫ്സീറൊക്കെ ചർച്ചകൾ കാണാം. അവിടെ ഇമാം ഖുർത്തുബിക്ക് കൊടുത്ത തഫ്സീറാണ് നമ്മൾ കോഴിച്ചെടി വായിച്ചത്. അവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിലാണ്. എങ്കിൽ പിന്നെ ഇസ്തിസ്നാ, ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ്? അത് അഹ്ലു തൗഹീദ്, അഹ്ലുൽ ഈമാൻ, അതേപോലെ ഈമാൻ മിനൽ ഉസാത്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളായ ആളുകൾ, തൗഹീദുള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത്. അപ്പൊ ഈ ഇസ്തിംദാഴ് നടത്തി നാളെ പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു ഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല, അവർ നരകത്തിൽ ശാശ്വതയല്ല എന്ന് പറഞ്ഞത് ആരെയാണ്? തൗഹീദുള്ളവരെയാണ്. അപ്പൊ ഈ ഇസ്തിംദാഴ് കൊണ്ട് അവരെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. അഥവാ ഇസ്തിംദാഴ് കൊണ്ട് തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. എന്താ ഇസ്തിംദാഴ്? മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ജിന്നുകളോട് നടത്തുന്ന സഹായതേട്ടം. ആ സഹായതേട്ടമാണ് ഇസ്തിംദാഴ്. ആ ഇസ്തിംദാഴ് കൊണ്ട് തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. അപ്പൊ മനസ്സിലായില്ല അത് ശിർക്കല്ല എന്ന്. അപ്പോൾ മനസ്സിലായില്ലേ അത് ശിർക്കല്ല എന്ന്. എന്നിട്ട് അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നൊക്കെ ബോർഡിൽ എഴുതി കാണിക്കുക. ആരാണവർ? അഹ്ലു തൗഹീദ്. എന്നിട്ട് ആഖിറത്തിൽ വരുമ്പോ അള്ളാഹു അഹ്ലു തൗഹീദ്, പിശാചിക്കളോട് സഹായം തേടുന്ന അഹ്ലു തൗഹീദോ? നിങ്ങളൊന്ന് പറയ്. ഇവര് പറയോ ഇഷ്ടം കൂട്ടത്തിൽ ആരെങ്കിലും പിശാചിനോട് സഹായം തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചവർ എന്താ പറയാ? ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ആഹാ, അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല ജിന്നുകളോട് സഹായം തേടുന്നവർ, അല്ലെങ്കിൽ പിശാചിക്കളുടെ സഹായം നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല. പക്ഷെ അഹ്ലു തൗഹീദ് ഉണ്ട് എന്നോ? അഹ്ലു തൗഹീദിലുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതെങ്ങനെ ശരിയാവാ? അപ്പൊ എന്തോ ഒരു പന്തികേട് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായോ? ഒരു പന്തികേട് അവിടെ ഉണ്ട് എന്ന് തിരിഞ്ഞോ? എന്നിട്ട് പോലും കോമൺ സെൻസ് മതി മനസ്സിലാക്കാൻ. ഇവിടെ വിസ്റ്റം അവരുടെ പണ്ഡിതന്മാർ നടത്തിയത് ദുർവ്യാഖ്യാനമാണ്, ഖുർആൻ ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. അഹ്ലു തൗഹീദ് ശൈത്താനോട് സഹായം തേടുമെന്നോ? എന്നിട്ട് നാളെ ആഖിറത്തിൽ വരുമെന്നോ? എന്നിട്ട് പടച്ചവനെ പിടിച്ചു നിർത്തിയിട്ട് നീ ശൈത്താനോട് സഹായം തേടി അഹ്ലു തൗഹീദാ, നിനക്ക് ശാശ്വതമായ നരകമില്ല, പിന്നെ ഞാൻ നിന്നെ സ്വർഗത്തിൽ കടത്തുന്ന അല്ലാഹു പറഞ്ഞുന്നോ? അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുന്നോ? ദുർവ്യാഖ്യാനം എവിടെ? ഇപ്പോഴും ഇവർ ചോദിക്കാൻ ദുർവ്യാഖ്യാനം എവിടെ? ഇതിലും വലിയ ദുർവ്യാഖ്യാനം എന്താ ഉള്ളത്? അതുകൊണ്ട് നിങ്ങൾ ഒരു പകല് മുഴുവനും നിങ്ങൾ തെറി വിളിച്ചോളൂ. നിങ്ങൾ എല്ലാ ക്ലിപ്പുകളും തലയും വാലും മുറിച്ച് കട്ടുമുറിച്ചിട്ടോളൂ. ഇതിന് നിങ്ങളെ വിടൂല. ഇവിടെ ഞങ്ങൾ ആ ആയത്തിന്റെ തഫ്സീർ ഇമാം ഖുർത്തുബി പറഞ്ഞത്, അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്തിനെ വിശദീകരിച്ചത് കൃത്യമായി പറയും, പഠിപ്പിക്കും. അതിന്റെ മുന്നിൽ തോൽക്കുകയല്ലാതെ എത്ര തന്നെ നിങ്ങൾ നീട്ടിവലിച്ചാലും, ഒരു പകലല്ല ഒരാഴ്ച മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചാലും അവിടെ നിന്ന് ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് മര്യാദക്ക് മറുപടി പറയണം പറപ്പൂരും പിയനും. നിങ്ങളുടെ സംഘടനയിൽ, ഈ വിസ്റ്റം സംഘടനയിൽ ഇത്രയും മോശമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആനെ നിങ്ങളെ ഇരുത്തി ദുർവ്യാഖ്യാനിച്ചിട്ട് കാമ എന്നൊരക്ഷരം മിണ്ടാതെ തലയാട്ടി സമ്മതിച്ചതിന്, തലയാട്ടിയിട്ട് അതിനൊത്താശ പാടിയതിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാരണം വ്യക്തമാക്കണം.
കാരണം ഇത് ഉമ്മത്തിന്റെ മേൽ നിങ്ങൾ ചെലുത്തിയ അല്ലെങ്കിൽ നടത്തിയ കരിഞ്ചന്തയാണ്, ഖുർആനിന്റെ പേരിൽ നടത്തിയ കരിഞ്ചന്തയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വട്ടമിട്ട് പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞു, അഹ്ലുൽ ഈമാനാണ്. ആ അഹ്ലുൽ ഈമാൻ പരലോകത്ത് വരുമ്പോ അള്ളാഹു ഇതാ നരകത്തിൽ ശാശ്വതമാക്കാതെ ഒഴിവാക്കുകയാണ്. ഇല്ല, അങ്ങനെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. അത് ഖുർത്തുബിയിൽ എന്നല്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 12 തഫ്സീറുകൾ അടുക്കി വെച്ചിട്ടാ പറഞ്ഞ 12 തഫ്സീറുകൾ ഉദ്ധരിച്ചു തരാം. അതും ഇദ്ദേഹം പറയാം 12 അല്ല 16 ഉണ്ടെങ്കിലും അതെ ഇവിടെ ഞാൻ പറഞ്ഞതില്ലാതാവോ? നിങ്ങൾ പറഞ്ഞ ലഫ്ള് അവിടെ ഉണ്ടാവും, നിങ്ങളുടെ ആശയം അവിടെ ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി ബാക്കിയുണ്ടോ അതിന്റെ? ആ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. അതല്ലേ അൽ ഉസാത്ത് മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ളവരിൽപ്പെട്ട പാപങ്ങൾ ചെയ്തവര് എന്ന വ്യാഖ്യാനങ്ങൾ ഖുർആൻ തഫ്സീറിൽ കാണാം. ഇത് രണ്ടുമാണ് അതിന്റെ വ്യാഖ്യാനം. അഹ്ലു തൗഹീദാണ്, ആഖിറത്തിൽ വരും. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന പേരിൽ തഫ്സീർ ഖുർത്തുബിയിൽ എഴുതിയത് എന്താണെന്നറിയോ? നിങ്ങള് കോഴിച്ചിനയിൽ വായിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ അടുത്ത വാചകം ഇതാണ് തഫ്സീർ ഖുർത്തുബി. ഇതാണ് തഫ്സീർ ഖുർത്തുബി. നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ തൊട്ടടുത്ത വാചകം, ആ വാചകം എന്താണെന്നറിയുമോ? എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് പറയുകയാണ്, എന്ത്? അൽ ഇസ്തിസ്നാഉ ലി അഹ്ലി തൗഹീദ് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ ഫമാ അലാ ഹാദാ ബിമഅനാ മൻ. അത്രേ നിങ്ങൾ വായിച്ചതുള്ളൂ. അഥവാ ഇവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിൽ വന്നതാണ്. അതിന്റെ അടുത്ത വാചകം എന്താണെന്നറിയോ? വൻഹു ഐളൻ അന്നഹു ഖാല ഹാദിഹിൽ ആയത്തു തൂജിബുൽ വഖഫ ഫീ ജമീഇൽ കുഫാർ. ഈ ആയത്ത് മുഴുവൻ കാഫിറുകളുടെ മേലുമാണ് ചുമത്തപ്പെടേണ്ടത്, അത് നിർബന്ധമാണത്, വാജിബാണ്. എന്നിട്ട് വിശദീകരിക്കണം, വമഅനാ ദാലിക അന്നഹു തൂജിബുൽ വഖഫ ഫീ മൻ ലം യമുത്. അങ്ങനെ വരുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വ്യാഖ്യാനം മരിക്കാത്തവരുടെ മേലെ ചുമത്താൻ പറ്റൂ, മരിക്കാത്ത കാഫിറുകളുടെ മേലെ ചുമത്താൻ പറ്റൂ. കാരണം ഇത് ഖദ് യുസ്ലിമു, അവൻ മുസ്ലിമായേക്കാമല്ലോ. ആഖിറത്തിലെത്തിയിട്ടാ മുസ്ലിം ആമോണ്? വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണോ മുസ്ലിമാകാൻ പോകുന്നത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ ആയത്ത് മൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന ലം യമുത്, മരിക്കാത്ത കാഫറുകൾ. കാരണം ഇത് ഖദ് യുസ്ലിമു, മരിക്കുന്നതിന് മുമ്പ് അയാൾ മുസ്ലിമായേക്കാമല്ലോ. അല്ലാതെ ആഖിറത്തിൽ ചെന്നിട്ട് അവിടെ വിചാരണ നടത്തുന്ന കാര്യമേ അല്ല പറയുന്നത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഇസ്തിംദാ നടത്തുന്നു, ജ്യോത്സ്യപ്പണി ചെയ്യുന്നു. ഇവിടെ വാദപ്രകാരം ജ്യോത്സ്യൻ പിശാചുക്കളോട് സഹായം ചെയ്ത് ശിർക്കല്ല കേട്ടോ, കാര്യം അതൊക്കെ കാര്യകാരണബന്ധത്തിന് ഉള്ളിലായി. അപ്പൊ ഒരു ജ്യോത്സ്യൻ പിശാചുക്കളോട് സഹായം തേടിയാൽ ശിർക്കല്ല, കാര്യം കാര്യകാരണബന്ധം ഉണ്ടല്ലോ, അത് സ്ഥിരപ്പെട്ടതാണല്ലോ. കഹാനത്തിന്റെ ആളുകൾ, ജ്യോത്സ്യന്മാര്, നമ്മുടെ നാട്ടിലെ കണിയാന്മാര്, മഷിനോട്ടക്കാര്, അവരൊക്കെ ജിന്നുകളോട് സഹായം തേടിയാൽ ഇനി ശിർക്കല്ല, കാരണം കാര്യകാരണബന്ധത്തിന്റെ ഉള്ളിലായത്. ആയത്തുണ്ടല്ലോ, ഇസ്തംതാ ബഅദുനാ ബിബഅദിൻ, ആയത്തുണ്ട്. മനസ്സിലാക്കണം. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഏതാണ് വിഷയം? നാളെ ആഖിറത്തിൽ ചെന്നിട്ട് പടച്ചവൻ രക്ഷപ്പെടുത്തി വിടുന്നല്ല. നേരെ മറിച്ച് ആയത്ത് ഖുർആൻ പറഞ്ഞാൽ ഇവിടെ ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ഒരാള്, ഇവിടെ ഇപ്പോൾ ജിന്നുകളോട് സഹായം തേടുന്ന ഒരാള് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്ന വിധി ദുനിയാവിൽ വെച്ച് പറഞ്ഞാൽ ഇപ്പോ നടത്തിയിട്ട് ഭാവിയിൽ മുസ്ലിം ആകുന്ന ചില ആളുകളുണ്ട് മരിക്കുന്നതിന് മുമ്പ്, അവൻ ആ നിയമം ബാധകമാകുമോ? ഒരിക്കലും ഇല്ല. ഇത് മഹാനായ ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി അടുത്ത നോക്കിയ ഫഖറുദ്ദീൻ റാസി റഹിമഹുള്ളയുടെ തഫ്സീർ സ്ക്രീനിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇനി അത് കാണാതെ വായിക്കാതെ പോകണ്ട. ഈ വിഷയം മഹാനായ മുഫസ്സിറുൽ പ്രഗത്ഭനായ നമുക്കെല്ലാവർക്കും കേരളീയർക്ക് പ്രത്യേകം സുപരിതനായ മഹാനായ റാസി ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, ഖാല ഇബ്നു അബ്ബാസ്, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തസ്നല്ലാഹു തആല ഖൗമൻ സബഖ ഫീ ഇൽമിഹി അന്നഹും യുസ്ലിമൂന വയുസദ്ദിഖൂന അൻ-നബിയ്യ വഅലാ ഹാദൽ ഖൗലി യജിബു അൻ തകൂന മാ ബിമഅനാ മൻ.
ഇവിടെ മാ ബിമഅന മൻ എന്ന് പറഞ്ഞതല്ലയോ ഇവർക്ക് തിരിയാതെ പോയത്. കാരണം നാളെ ആഖിറത്തിലെത്തിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ജിന്നുകളോടല്ല പിശാചിക്കളോട് തന്നെ സഹായം തേടിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംഘമുണ്ട് എന്നല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പേരിൽ ഇവർ പറഞ്ഞത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ സ്ഥിരപ്പെട്ടതല്ല ഇതെങ്കിലും. അതെ, പണ്ഡിതന്മാര് അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത് ഇസ്തസ്ന അല്ലാഹു തആല, അല്ലാഹു ഇവിടെ ഒഴിവാക്കി ഖൗമൻ ഒരു ജനതയെ, സബഖ ഫി ഇൽമിഹി അല്ലാഹു അവന്റെ ഇൽമിൽ മുൻകടന്നു, അല്ലാഹുവിന്റെ അറിവിൽ മുൻകടന്നു, അന്നഹും ആ വിഭാഗം അല്ലെങ്കിൽ ആ ആളുകൾ അതെ യുസ്ലിമൂന അവര് മുസ്ലിങ്ങളാകും, വയുസദ്ദിഖൂന നബിയ അതല്ല റാസിയുടെ തഫ്സീർ, ആ തഫ്സീറിൽ റാസി ഇമാമിന്റെ തഫ്സീറിൽ കാണാം എന്ത് അവര് ഇതാ മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് അവര് മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ ഇൽമു മുൻകടന്നത് കൊണ്ടാണ്. ഇല്ല മാഷാ അല്ലാ എന്നത് ഇല്ല മൻഷാ അല്ലാ എന്ന അർത്ഥത്തിൽ വെച്ചാൽ അത് മരിക്കാത്ത മനുഷ്യർക്ക് ബാധകമാണല്ലാതെ ആഖിറത്തിൽ പടച്ചവന്റെ മുന്നിൽ ജിന്നുകളോട് അല്ലെങ്കിൽ പിശാചിക്കളോട് സഹായം തേടി വരുന്നവരെ കുറിച്ചല്ല എന്ന് റാസി ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇത് സംബന്ധമായി ഇബ്നു ആശൂറിന്റെ തഫ്സീർ അത്തഹ്രീർ വത്തൻവീർ സമഗ്രമായി അദ്ദേഹം വിശദീകരിക്കുന്നു. എന്താ വിശദീകരിക്കുന്നത്? ഈ 10 കൊല്ലം ഈ ദിനങ്ങളിൽ ഈ സമൂഹത്തെ കബളിപ്പിച്ചില്ല നിങ്ങൾ. കോഴിച്ചന സംവാദം കഴിഞ്ഞിങ്ങോട്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വരെ ജാമിയ ഹിന്ദിലെ മക്കൾ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വാപ്പയും ഉമ്മയും അവിടെ കൊണ്ടുപോയി ആക്കിയത് മക്കൾ തൗഹീദ് പഠിക്കാൻ അല്ലെങ്കിൽ ദീൻ പഠിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ആ മക്കളെ കൂടി നിങ്ങൾ പിഴപ്പിച്ചു. എന്നിട്ട് അവർ വന്നിട്ട് ചോദിക്കുകയാണ് വാട്സപ്പിൽ, അതെ മാ ബിമഅന മൻ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ലേ? ആഖിറത്തിൽ ശിർക്ക് ചെയ്താൽ രക്ഷയില്ലെന്നല്ലേ? അപ്പോൾ ഈ രൂപത്തിൽ പിശാചിക്കളോട് സഹായം തേടി വരുന്ന അഹ്ലുൽ ഈമാൻ ആഖിറത്തിൽ ഇതാ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ജിന്നുകളോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തതില്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് വളർന്നു വരുന്ന ചെറിയ മക്കളെ നിങ്ങൾ പഠിപ്പിച്ച് പിഴപ്പിച്ചില്ലേ? അവർ ഈ നാട്ടുകാരോട് വാത് പറഞ്ഞില്ലേ? അവർ വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ? അവർക്ക് എന്താണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ദേഷ്യം തീർക്കാൻ, ഞങ്ങൾ നടത്തിയ പരിപാടികൾ അതിനോട് ദേഷ്യം തീർക്കാൻ ഒരു പകൽ മുഴുവൻ നടത്തിയ പരിപാടിയിൽ പിഎന്നിനെ കൊണ്ടുവന്നിരുത്തി, പറപ്പൂരിനെ കൊണ്ടുവന്നിരുത്തി ഈ മുസ്ലിയാര് വ്യാജാർത്ഥം പറഞ്ഞു ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ക്ലിപ്പാക്കി നാട് നീളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കേന്നമുകാരാ നിനക്ക് മറുപടി ഇതാ മറുപടി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കേന്നമുകാരുടെ ഓരോരുത്തരുടെയും മൊബൈലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഞങ്ങൾക്ക് സഹതാപം മാത്രമേ നിങ്ങളോടുള്ളൂ, സുഹൃത്തുക്കളെ സങ്കടമേയുള്ളൂ. നിങ്ങളുടെ അവസ്ഥയോർത്ത്, നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയോർത്ത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ആശയം കൊണ്ടുവന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് നിങ്ങളെ പിഴപ്പിച്ച നിങ്ങളുടെ നേതാക്കന്മാരുടെ അടിമകളായി നിങ്ങൾ മാറിയല്ലോ. നിങ്ങളുടെ തല വർക്ക് ചെയ്യാതെ പോയല്ലോ. നിങ്ങൾക്ക് ഈ കിതാബ് എടുത്തൊരു പണ്ഡിതന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മുസ്ലിയാർ പറഞ്ഞ അർത്ഥമാണോ, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ അർത്ഥമാണോ ഇതിലുള്ളത്? അത്തഹ്രീർ വത്തൻവീർ എന്ന് പറയുന്ന കിതാബ് ഇബ്നു ആശൂറിന്റെ പ്രസിദ്ധമായ കിതാബ് നിങ്ങളുടെ കയ്യിലില്ലേ? മഹാനായ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ? മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ളയുടെ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒന്ന് ചോദിക്ക്, വിവരമുള്ള ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയി അർത്ഥം വെപ്പിക്ക് നിങ്ങൾ. എന്നിട്ട് ഈ പറയുന്ന മുസ്ലിയാര് അഥവാ വിസ്റ്റം നേതാക്കൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? നിങ്ങൾ മരിക്കുന്നത് വരെ അവിടെ തുറന്നുകൊള്ളുക. ഞങ്ങൾക്കതിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. പക്ഷേ ഈ രൂപത്തിൽ ഖുർആന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആഖിറത്തിൽ നിങ്ങൾക്ക് രക്ഷയില്ല. ഇന്ന ഇലാ റബ്ബിക റുജ്ആ എന്ന് അബൂജഹൽ നോക്കിയിട്ടല്ല പറഞ്ഞില്ലയോ? മുശ്രിക്കുകൾ നോക്കിയല്ല പറഞ്ഞില്ലയോ? എന്ത് തന്നെ കളിച്ചാലും മടങ്ങി വരാനുള്ളത് എന്റെ അടുക്കലാണ് എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? ആ റബ്ബിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ എന്തു പറയും? ഇബ്നു അബ്ബാസിനെ ആഖിറത്തിൽ വെച്ച് കാണുമ്പോ നിങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നിട്ട് എന്തു പറയും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ, അല്ലടാ ഈ വ്യാഖ്യാനം നിനക്കാര് പഠിപ്പിച്ചു? ഞാൻ പറയാത്ത വ്യാഖ്യാനം, ഞാൻ പറയാത്ത അർത്ഥകൽപ്പന ഈ ആയത്തിന് നിനക്കാരാണ് പറഞ്ഞു തന്നത് വിഷ്ടംകാരാ എന്ന് ഇബ്നു അബ്ബാസ് ആഖിറത്തിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ എന്തു മറുപടി ഉണ്ടത്? ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതാണ്, ഞങ്ങൾ വിശ്വസിച്ചതാണ്, ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ കൈകൊട്ടി പാസാക്കിയതാണ് എന്ന് പറഞ്ഞാൽ
അള്ളാഹു റബ്ബു ചോദിക്കൂല, നിനക്ക് തല തന്നില്ലടോ, ബുദ്ധി തന്നില്ലയോ, നിനക്കത് MBBS പാസ്സാകാനും LLB പാസ്സാകാനും MBA പാസ്സാകാനും ഡോക്ടറേറ്റ് എടുക്കാനും അതിനു വേണ്ടിയല്ലല്ലോ, അള്ളാന്റെ ഖുർആൻ പഠിക്കാനല്ലേ. കണ്ണില്ലേ, കാതില്ലേ, ചോദിക്കാൻ നാവില്ലേ, ചോദിച്ചു പഠിച്ചൂറായിരുന്നോ എന്ന് റബ്ബ് ചോദിച്ചാൽ വിസ്റ്റം സഹോദര നീ എന്തു മറുപടി പറയും? ഈ മുശ്രിക്കൻ വിശ്വാസമുള്ളവർ ആരാണെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശിർക്ക് ഇല്ലാത്ത, വിശ്വാസത്തിൽ ശിർക്ക് വരാത്ത ഒരാളുകളുടെ പേരിൽ ശിർക്ക് ആരോപിച്ചാൽ, അവർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ ശിർക്ക് അവരിൽ ഇല്ലെങ്കിൽ അത് ആരോപിച്ചവരിലേക്ക് മടങ്ങുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരും പഠിച്ചവരുമാണ് മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ ഇവിടെ പറയുന്നത്, ഷിർക്കിൻ്റെ ആയത്തോതുന്നത്, ഇന്നത് ഷിർക്കാണെന്ന് പറയുന്നത്, ഇന്ന ആളുകൾ മുശ്രിക്കൻ വിശ്വാസത്തിലാണെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഇന്ന വിശ്വാസം ഉള്ള ആളുകൾ, ഇന്ന വിശ്വാസം അത് ആർക്കുണ്ടെങ്കിലും, ഈ പറയുന്ന എനിക്കുണ്ടെങ്കിലും KNMൻ്റെ പ്രസിഡന്റിനുണ്ടെങ്കിലും KGUവിൻ്റെ സെക്രട്ടറിക്കുണ്ടെങ്കിലും ആർക്കുണ്ടെങ്കിലും അവർ മുശ്രിക്കൻ വിശ്വാസക്കാരാണ്. അവർക്കെതിരെ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുകൾ തന്നെയാണ് ഓതുക. ഒരു സംശയമില്ല, പച്ച മുശ്രിക്കൻ വിശ്വാസക്കാർ തന്നെ. അതിൽ സംഘടനയില്ല, ഇന്ന ആളുകളെന്നില്ല. ആ ഒരു വിശ്വാസം നമ്മളിവിടെ പറയുമ്പോൾ ആ വിശ്വാസം ആർക്കുണ്ടോ, ആ വിശ്വാസം ആരാണോ ഇവിടെ സ്ഥാപിക്കാൻ വരുന്നത്, ആ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ അള്ളാഹിൻ്റെ വചനങ്ങൾ എടുത്തുദ്ധരിക്കുകയും നിബിത്തങ്ങളുടെ പേരിൽ കളവ് പറയുക, അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുകയും കോട്ടിമാട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് അതിവിടെ സ്ഥാപിക്കുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ മുശ്രിക്കൻ വിശ്വാസക്കാരാണെന്ന് പറയുന്നത്. ഒരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ വിശ്വാസം ഷിർക്കാണ്, ഈ വിശ്വാസത്തിൽ ഊന്നിയ കർമ്മം ഇത് ഷിർക്കാണ് എന്ന് നമ്മൾ ഖുർആൻ ആയത്തോതി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? അത് ഷിർക്കാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്നത് ഷിർക്കാണെങ്കിൽ നമ്മൾ ആയത്തോതി കൊടുത്ത് അള്ളാഹുവിൻ്റെ വചനം ഓതി കൊടുത്തുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ, അങ്ങനെ ഞങ്ങൾ മുശ്രിക്കുകളാണെങ്കിൽ ഞങ്ങൾ ആയിക്കോട്ടെ, അങ്ങനെ മുശ്രിക്കുകളായിക്കോട്ടെ, അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരെ മുശ്രിക്കുകളായി തന്നെ പരിഗണിക്കും. അവരെ മുസ്ലിമിൻ്റെ ഒരു കാറ്റഗറിയിലും അവരെ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തില്ല. കാരണം ഒരാളുടെ ഷഹാദയാണ് ഒരാളെപ്പറ്റി വിധി പറയുക. ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അയാൾ ബുദ്ധിയോടുകൂടി പ്രഖ്യാപിച്ചാൽ അയാളെ മുസ്ലിമായി പരിഗണിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അയാളെ ഹൃദയം ചോർന്നു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ബാഹ്യത വിഷയത്തിൽ നമ്മൾ വിധി പറയും. അതേപോലെ തന്നെ ഒരാൾ ഞാൻ മുശ്രിക്കാണെന്ന് പ്രഖ്യാപിച്ചാലോ അയാളെ മുശ്രിക്കായി പരിഗണിക്കും. പിന്നെ അയാളെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല. ഒരാൾ പറയാണ് ഞാൻ ഷിർക്കാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന ഷിർക്കാണ്, നിങ്ങളുടെ വിശ്വാസം ഷിർക്കാണെന്ന് പറയുമ്പോൾ ആ ഷിർക്ക് ഞാൻ ചെയ്യും, ഞാൻ അങ്ങനെ മുശ്രിക്കാണെങ്കിൽ ആയിക്കോട്ടെ, ആ ഷിർക്ക് ഞാൻ നരകത്തേക്ക് പോയിക്കോട്ടെ, ആ ഷിർക്ക് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാലോ അവൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും അവൻ്റെ മുസ്ലിം ഒരാൾ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവൻ കുറ്റക്കാരൻ തന്നെയാണ്, അവൻ്റെ മുന്നിൽ നിസ്കാരം ചെയ്യാവില്ല. അവൻ്റെ സ്വന്തം ഉപ്പയാണെങ്കിലോ അത് ശരിയാണ് അവർ പറയുന്നത്, ആ സ്വത്തിനും അവകാശം പാടില്ല. കാരണം അവൻ മുശ്രിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞവനാ, അവനെ മുസ്ലിമായിട്ട് എങ്ങനെ പരിഗണിക്കും? അതൊരിക്കലും പറ്റില്ല. അതേപോലെ തന്നെയാണ് അവന് കുട്ടികൾ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ നിയമമില്ല, അവനെ മുശ്രിക്ക് തന്നെ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാ സംസ്ഥക്കാരും മുശ്രിക്ക്. സംസ്ഥക്കാരാരാ മരിച്ചവരോട് തേടുന്നവർ? ഏത് സംസ്ഥക്കാരാ മരിച്ചവർ തേടുന്നത്? അവരാരും തേടുന്നില്ല. നിങ്ങളെടുത്തോളൂ, നിങ്ങളുടെ നാട്ടിലെ 100 വീടുണ്ടെങ്കിൽ, ഇപ്പം 500 വീട് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ 500 വീട്ടിൽ കയറി ഇറങ്ങിക്കോളൂ. എന്നിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചോളൂ, നിങ്ങൾ മരിച്ചു പോയവരോട് വിളിച്ച് തേടുന്നവരാണോ? ആ മരിച്ചു പോയ ആളുകൾ നിങ്ങളുടെ അള്ളാഹിനോട് തേടുന്ന തേട്ടങ്ങളൊക്കെ നിങ്ങൾ ഈ മരിച്ചു പോയവരോടും തേടുന്നവരാണോ? എന്നിട്ട് ഈ മരിച്ചു പോയ മയ്യത്തായി പോയവർ നിങ്ങളുടെ വിളി കേട്ട് ഉത്തരം നൽകി നിങ്ങൾക്ക് സഹായിയായി മാറും, നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? അവരെ നിങ്ങൾ നേരിട്ട് വിളിച്ച് തേടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുമില്ല, ഞങ്ങൾ തേടൂല എന്ന് പറയും. ഞങ്ങൾ അള്ളാഹിനോട് തേടുള്ളൂ എന്ന് പറയും. ഏറി വന്നാൽ അവർ പറയും ഞങ്ങൾ അവരുടെ അക്കിജാ ബർക്കത്ത് കൊണ്ടേ തേടുള്ളൂ എന്ന്. അത് ഒറ്റയടിക്ക് ശിർക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സമസ്തക്കാരും ശിരിക്കുകളല്ല. എനിക്കറിയാം, എൻ്റെ നാട്ടിൽ 10-700 വീടുണ്ട്. ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ ഗ്രൂപ്പിൽ കുറച്ച് പണ്ഡിതന്മാരുണ്ട്. വെല്ലുവിളിച്ച് ഓരോ വീട്ടിലും നമുക്ക് കയറി ഇറങ്ങാം. എന്നിട്ട് ആ വീട്ടിലുള്ളവരോട് ചോദിക്കാം, നിങ്ങൾ പണ്ഡിതന്മാരാണല്ലോ, നമ്മുടെ നാട്ടിലുള്ളവരാണല്ലോ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് നമ്മുടെ നാട്ടിൽ, അസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആളുകൾ കൂടിയ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ 3 മഹല്ല് പള്ളി, 3 ജുമാ പള്ളി നടക്കുന്നുണ്ട്. 3 EK വിഭാഗത്തിൻ്റെയാണ്. AP പള്ളിയുണ്ട്, ജുമായില്ല. അങ്ങനെ നമ്മൾ ചോദിച്ചു, നമ്മുടെ വീട്ടിലെല്ലാം കയറി ഇറങ്ങാം. എന്നിട്ട് മരിച്ചവരെ വിളിച്ച് തേടുന്ന എത്ര വീടുണ്ട്? ഞാൻ പറഞ്ഞു 750 വീട്ടിലുള്ള സുന്നികളും മരിച്ചവരെ വിളിച്ച് തേടുന്നവരല്ല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഓരോ വീട്ടിലും കയറാം? അവർ നിങ്ങൾ പറഞ്ഞ പോലെ മരിച്ചവരെ നേരിട്ട് വിളിച്ച് തേടൂല. അവരേറി വന്നാൽ അക്കിജാവ് ബർക്കത്ത് കൊണ്ട്, പടച്ചവനെ ബദരീങ്ങളൊക്കെ കൊണ്ട്, മുമ്പത്തെ പാപ്പാട് അക്കുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് തേടുന്നവരുണ്ടായിരിക്കാം. അതുകൊണ്ട് സുന്നികൾ മുഴുവനും മുശ്രിക്കുകളല്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ, ഏതാളുകൾ പ്രാർത്ഥനയാകുന്നതാണോ അത് പടപ്പിലേക്ക് പോയാൽ ഷിർക്കായി, പ്രാർത്ഥന ആവാത്തതാണോ ജിന്നിലേക്ക് പോയാൽ ഹറാമായി, ഇൻസിലേക്ക് പോയാൽ ജായിസായി, ഹലാലായി. ഇതാണ് വ്യത്യാസം. നമ്മൾ തമ്മിൽ പൈസ കടം ചോദിക്കാം, അത് പ്രാർത്ഥനയല്ല.
അത് ജായിസാണ്, അനുവദനീയമാണ്. അത് ജിന്നിനോടായാലോ പ്രാർത്ഥനയായി മാറൂല, അത് ഹറാമായ ചോദ്യമായി മാറും. വിശ്വാസമുള്ള ആളുകൾ അവർ മുശ്രിക്കൻ വിശ്വാസക്കാർ തന്നെയാണ്. പിന്നെ ഇങ്ങനെയുള്ളവരുടെ ആ വിശ്വാസമുള്ളവർക്കെതിരെ നമ്മൾ ആയത്തോതുന്നത് മുശ്രിക്കൾക്ക് ഇറങ്ങിയ ആയത്ത് തന്നെയാണ്. അവർ ഷിർക്കിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ കാപ്പിറ്റക്കാരാകൂലേ? ഷിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ഷിർക്കിൻ്റെ ആയത്തോത് എങ്ങനെ? അവരുടെ വിശ്വാസം ഷിർക്ക് തന്നെ ആ ആയത്തോതുന്നു. ആ വിശ്വാസം ആർക്കുണ്ടെങ്കിലും, അത് മുജാഹിദുകൾക്കുണ്ടെങ്കിലും ശരി, ആർക്കുണ്ടെങ്കിലും, KNM പ്രസിഡന്റിനുണ്ടെങ്കിലും KJUവിൻ്റെ സെക്രട്ടറിക്ക് ഉണ്ടെങ്കിലും, അത് ഇനിയിപ്പോൾ എനിക്കുണ്ടെങ്കിൽ ആർക്കുണ്ടെങ്കിലും ആ വിശ്വാസം ആർക്കുണ്ടോ അവർ മുശ്രിക്കൻ വിശ്വാസക്കാരാണ്. അവരെ പിന്നെ നിസ്കരിക്കൂല, അവരുടെ സ്വത്തിന് അവകാശമില്ല, അവരെ മുസ്ലിമായി പരിഗണിക്കൂല, അവരെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കൂല, അവരെ കുട്ടികളെ കെട്ടില്ല, പച്ച മുശ്രിക്കുകളായി തന്നെ പ്രഖ്യാപിക്കും. കാരണം എന്താ? അവർ ഷഹാദയാണ്. അവർ പ്രഖ്യാപിച്ച പിന്നെ നമുക്ക് അവരെ പറ്റില്ലല്ലോ. മുസ്ലിമായാലും അങ്ങനെ തന്നെയല്ല, മുസ്ലിമായി പ്രഖ്യാപിച്ച മുസ്ലിമായി പരിഗണിക്കണമല്ലോ. മുശ്രിക്കുകൾ ആരാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. SSFന്റെ പ്രവർത്തകരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾ ഒരു SSFകാരനാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വലിയ വലിയ ആലിമീങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് തന്നു എന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദും അതുപോലെ ഓക്ക ഉസ്താദും അതുപോലെ ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളുള്ള കാലഘട്ടത്തിൽ SSFൽ പ്രവർത്തിച്ചവനാണ് ഞാൻ. ആ പ്രവർത്തനത്തിന്റെ നിമിത്തമാണ് ഞാൻ പറയട്ടെ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ പ്രവർത്തനം നിമിത്തമാണ് ഞാൻ SYS-ൽ എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ജമാഅത്തിലെത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ സിറാജുൽ ഹുദ ഉണ്ടാക്കിയത്. ഞാൻ ആ SSF-ൽ അന്നേ പ്രവർത്തിച്ചു വന്നില്ലെങ്കിൽ കുറ്റ്യാടിയിൽ പഴയ കാലത്തുണ്ടായതുപോലെ ഔലിയാക്കളെ മഖ്ബറകൾ തകർത്ത് ഇസ്ലാം തീര് മാറ്റിമറിച്ച് ഇസ്ലാമിനെ നശിപ്പിച്ച മുബ്തദികളുടെ കരങ്ങൾ കുറ്റ്യാടി എന്ന പ്രദേശവും പരിസരങ്ങളും എന്നും അതാ അവിടെ ഞെരിഞ്ഞമരുമായിരുന്നു. അതില്ലാതിരുന്നത് SSF-ൽ പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതേ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന ആഗോളാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമില്ലേ? അതെന്തുകൊണ്ട് വളർന്നു? മഹാനായ ശൈഖുനാ ഉസ്താദ് അവர்கள் അവിടുത്തേക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ SYS-ൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇനി ഞാൻ പറയട്ടെ, ഇതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ എവിടെ ഉയർന്നു വന്നിട്ടുണ്ടോ, എവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടോ, എവിടെ മറ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഇനി ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാനായ വടകര മുഹമ്മദ് ആജി തങ്ങളുടെ പൊന്നോമന മകൻ KM ബഷീർ കൊല്ലപ്പെട്ടിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ നിമിത്തമായി മദ്യപിച്ച് കാറോടിച്ച വ്യക്തിയെ ഈ രാജ്യത്തുള്ള ഒരു ഉന്നതമായ സ്ഥാനത്ത് മജിസ്ട്രേറ്റിന്റെ സ്ഥാനത്ത് അവരോധിച്ചപ്പോ അത് പാടില്ലെന്ന് പറയാൻ കഴിഞ്ഞത് ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ടല്ല, ഒരുമിച്ച് നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ്. ചിലർക്ക് തോന്നും എന്തിനാണ് സംഘടന? നമുക്ക് കുറച്ച് ദിക്റ് ചൊല്ലിയാ പോരെ, കുറച്ച് തഅത്തീബ് കഴിച്ചാ പോരെ, അല്ലെങ്കിൽ നമ്മളങ്ങ് നിസ്കരിച്ചാ പോരെ? ഞാൻ ചോദിക്കട്ടെ, നിസ്കരിക്കുന്നവരുണ്ടായാൽ മതിയോ? നിസ്കരിപ്പിക്കുന്നവരുണ്ടാകണ്ടേ ഇവിടെ? നിസ്കരിക്കുന്ന പള്ളികൾ ഉണ്ടാകണ്ടേ ഇവിടെ? നിസ്കാരം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണ്ടേ ഇവിടെ? ഇവിടെ മാന്യമായി സുന്നത്ത് ജമാഅത്തിന് നിലനിൽക്കാൻ കഴിയണ്ടേ? അതുണ്ടാകണമെങ്കിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തിയാലേ കഴിയൂ. എന്തുകൊണ്ടാണ് എടവണ്ണപ്പള്ളിയും മഖ്ബറയും നമുക്ക് നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് കുറ്റ്യാടിയിലെ മഖ്ബറ അടിച്ച് തകർത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് മഖ്ബറുകളും പള്ളികളും നമുക്ക് നഷ്ടപ്പെട്ടത്? കോഴിക്കോട് ടൗണിലുള്ള മൊഹീദ്ദീൻ പള്ളിയും ഷാദുലി പള്ളിയും ഒക്കെ ഔലിയാക്കളെ പേരിൽ നിർമ്മിച്ചതല്ലേ? അതുപോലെ പട്ടാളപ്പള്ളി, അതാ ടിപ്പു സുൽത്താനിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പട്ടാളത്തിന് നിസ്കരിക്കാൻ വേണ്ടിയും മറ്റും ഉണ്ടാക്കിയതല്ലേ? അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നില്ലേ? സുന്നത്ത് ജമാഅത്തായിരുന്നില്ലേ? അവരുടെ ഈ പള്ളികളൊക്കെ എങ്ങനെയാണ് മുബ്തദിയത്തിന്റെ കയ്യിലേക്ക് പോയത്? പുത്തൻവാദിയുടെ കയ്യിലേക്ക് പോയത്? അന്ന് സംഘടനാ പ്രവർത്തനം ഉണ്ടായില്ല. അന്നിവിടെ SSF ഉണ്ടായില്ല, SYS ഉണ്ടായില്ല, അതുപോലെ മുസ്ലിം ജമാഅത്ത് ഉണ്ടായില്ല, നമ്മുടെ പണ്ഡിത സഭകളുടെ പ്രവർത്തനം ഉണ്ടായില്ല. അതിന്റെ പേരിൽ നമുക്ക് പലതും പലതും നഷ്ടപ്പെട്ടു. ഇനി അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ യുവാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ SSF-ൽ അണിനിരന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ ആലിമീങ്ങളുടെ ഓരം ചേർന്ന് നിൽക്കുക. അത് നിങ്ങളുടെ സംസ്കരണത്തിന് ആവശ്യമാണ്.
ആണ്. അതേ വഖാലിദ് സുലഹ നിൽത الصلاح بهم لأنهم في وجوه الأرض يقمارون ماء الكنيف إذا ما سال مختلطا بماء نهر فزالت منه أقدار. SSF-ന്റെ സാഹിത്യോത്സവ പരിപാടിയോടനുബന്ധിച്ച് ഒരു ദിവസത്തെ ബഅദ് വെച്ചു. അതിൽ തങ്ങളവറുകളുടെ ദുആ വെച്ചു. അപ്പോൾ എന്തുണ്ടായി? SSF മുഖേന ഒരു ഇൽമിന്റെ സദസ്സുണ്ടായി. ആ ഇൽമിന്റെ സദസ്സ് ഇവിടെയുള്ള മുസ്ലിം ജമാഅത്തിന്റെ അതുപോലെ SOS-ന്റെ നമ്മുടെ സംഘടനാ കുടുംബങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടക്കുകയാണ്. അപ്പൊ ഇവിടെ ഫാത്തിഹ ഓതുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, സയ്യിദന്മാര് ദുആർക്കാണ്, അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും പ്രസംഗിക്കുകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ അതിൽ നമ്മൾ പലതും ഉൾക്കൊള്ളുകയാണ്. അതാ പറഞ്ഞു, നല്ലവരുമായി കൂടിക്കലർന്ന് ജീവിക്കണം, അപ്പോൾ നിനക്കും നല്ലവനാകാം. അത് തന്നെയല്ലേ ഖുർആനും പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അതിന്റെ ഉദാഹരണം മഹാന്മാര് പറഞ്ഞില്ലേ? ഡ്രെയിനേജിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന മലിനജലം, ആ മലിനജലം ശുദ്ധജലം ഒലിക്കുന്ന പുഴയിലേക്ക് ചേർന്ന് ആ പുഴയിലെ വെള്ളത്തിന്റെ കൂടെ ഒലിക്കുമ്പോൾ മലിനജലം അതാ ശുദ്ധജലമായി മാറുന്നു. ഇതുപോലെ മോശമായ ചുറ്റുപാടുകളുള്ള ചെറുപ്പക്കാർ നല്ല സദസ്സുകളിലും നല്ലവരുമായി ബന്ധപ്പെടുമ്പോ അവരെ തെറ്റുകളിൽ നിന്ന് അവരകലുന്നു, നല്ല പ്രവർത്തനങ്ങളിലേക്ക് അവരെ മനസ്സ് വരുന്നു. അവര് പിന്നെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് തഖ്വയോടെ ജീവിക്കുന്നു. അതിനുള്ള വഴിയൊരുക്കലല്ലേ നമ്മുടെ സംഘടനകൾ. കൃത്യമായ രൂപത്തിലുള്ള സംഘടനയും നേതൃത്വവും ഇല്ലെങ്കിൽ മനുഷ്യൻ എവിടെയാണ് പോയി പെടുന്നതെന്നറിയൂല. അതുകൊണ്ട് യുവാക്കളെ സുന്നത്ത് ജമാഅത്തിലും തഖ്വയിലും പിടിച്ചു നിർത്താൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് സംഘടന. SSF വേണം, SOS വേണം, മുസ്ലിം ജമാഅത്ത് വേണം, പണ്ഡിത സഭ വേണം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഈ കേരളത്തിൽ ജീവിച്ച വലിയ വലിയ ഔലിയാക്കളും സാലിഹീങ്ങളുമില്ലേ? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ഖാരി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയത് ഞാനന്ന് സുന്നി ടൈംസിൽ വായിച്ചിട്ടുണ്ട്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ കൂടെ കാസർഗോഡ് ഒരു നോമ്പ് തുറക്ക് പോയി. കുറെ പലഹാരങ്ങളും കുറെ ഭക്ഷണങ്ങളും കൊണ്ടുവച്ചത് കണ്ടപ്പോ മുഹമ്മദ് മുസ്ലിയാരെ മനസ്സിൽ തോന്നി, ഇതൊക്കെ അനാവശ്യമല്ലേ? തോന്നിക്കഴിയുമ്പോൾ ബാപ്പു മുസ്ലിയാർ വിളിക്കുകയാണ്, മുഹമ്മദ് മുസ്ലിയാർ, അതാ ഇക്റാമുൻ ലാ ഇസ്റാഫ്. ഇത് ബഹുമാനിക്കലാണ്, ആദരിക്കലാണ്, ഇത് അനാവശ്യമല്ല. ഇങ്ങനെയുള്ള ആ ബാപ്പു മുസ്ലിയാർ SOS-ന്റെ പ്രസിഡന്റായിരുന്നു. നിങ്ങൾക്കറിയാമോ, സയ്യിദന്മാരിൽ വലിയ പ്രമുഖനായിരുന്നില്ലേ പാണക്കാട് പൂക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദ? പല കറാമത്തുകളും ഉണ്ടായതായി ഈ അഹമ്മദ് സാഹിബിന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുമുണ്ട്. ആ മാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു SOS-ന്റെ പ്രസിഡന്റായിരുന്നു. കണ്യത്ത് ഉസ്താദ് നമ്മുടെ പണ്ഡിത സഭയുടെ പ്രസിഡന്റായിരുന്നു. MA ഉസ്താദ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണ്? അത്തരം മഹാന്മാരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ മഹാനായ CM വലിയുള്ളാഹി ചെയ്തത്, വടകര മുഹമ്മദ് ആജിത്തങ്ങൾ ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാര് നയിക്കുന്ന സംഘടനാ പ്രവർത്തനം ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ആത്മീയ നേതാക്കളായ മഹാന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇന്നത്തെ വ്യാജന്മാര് പറയും പോലെ സംഘടനയിൽ പ്രവർത്തിക്കരുത്, കൂടരുത് എന്ന് പറയുന്ന ആശയം അത്തരം മഹാന്മാർക്കുണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകണം, ദീനിന്റെ സ്ഥാപനങ്ങൾ വളർത്തണം, അനാവശ്യങ്ങളിലേക്ക് പോകരുത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്ത് ശരിക്കും കണക്ക് നോക്കി കൊടുത്തു വീട്ടേണ്ടതുപോലെ കൊടുത്തു വീട്ടണം. അപ്പൊ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.